ഇന്ന് നമുക്ക് സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അവയിൽ ഏകകോശ ജീവികൾ ഏതെല്ലാമെന്ന് കണ്ടെത്തി പേരെഴുതുക. ഒബ്സർവ് the images given below. Identify and write the names of the unicellular organism among them. Answer: B. Amoeba. C. Euglena. B. സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കുന്നതിനുള്ള ഉപകരണം ഏത്? What is the instrument used to observe microorganisms? Answer: microscope. അടുത്ത ക്വസ്റ്റ്യൻ സി. ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങളുടെ 3 കണ്ടെത്തലുകൾ എഴുതുക. കമ്പയർ ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് യുവർ 3 ഫൈൻഡിങ്സ്. അപ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ എഴുതാം. ഇടതുവശത്തുള്ള ചിത്രത്തിന് ഒരു വൃത്താകൃതിയാണ് ഉള്ളത്. പിന്നെ വലതുവശത്തുള്ള ചിത്രം ഒരു ദീർഘചതുരാകൃതിയിലാണ്. ഇടതുവശത്തുള്ളത് ഒരു ജന്തുകോശം ആണ്. വലതുവശത്തെ ചിത്രത്തിൽ ഒരു സസ്യകോശമാണ് കാണിച്ചിട്ടുള്ളത്. ഇടതുവശത്തുള്ള കോശസ്ഥലത്തിന് കോശഭിത്തി ഇല്ല. വലതുവശത്തെ ചിത്രത്തിൽ കോശഭിത്തി ഉണ്ട്. പിന്നെന്താണ് തന്നിട്ടുള്ളത്? ഇടതുവശത്തെ ചിത്രത്തിൽ ഹരിതകമില്ല. വലതുവശത്തെ ചിത്രത്തിൽ നമുക്ക് ഹരിതകം കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ദ സെൽ ഹാസ് ആൻ ഇറഗുലർ റൗണ്ട് ഷേപ്പ്. റൈറ്റ് സൈഡിൽ എന്ത് എഴുതാം? ദ സെൽ ഹാസ് എ റെക്റ്റാങ്കുലർ ഷേപ്പ്. ലെഫ്റ്റ് സൈഡിൽ ദിസ് ഈസ് ആൻ അനിമൽ സെൽ. റൈറ്റ് സൈഡിലോ ദിസ് ഈസ് എ പ്ലാന്റ് സെൽ. ലെഫ്റ്റിൽ ഡസ് നോട്ട് ഷോ എ ഡിസ്റ്റിങ്ക്റ്റ് സെൽ വാൾ. റൈറ്റ് സൈഡിൽ ക്ലിയർലി ഷോസ് എ സെൽ വാൾ. ലെഫ്റ്റിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. റൈറ്റിൽ ഷോസ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഇതൊരു ബോക്സ് വരച്ചിട്ട് എഴുതണം. അനിമൽ സെൽ, പ്ലാന്റ് സെൽ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്തത് പ്രവർത്തനം 2. അതിലാദ്യത്തെ ചോദ്യം, ഫിലമെൻ്റ് ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജരൂപങ്ങൾ ഏതെല്ലാം? What are the forms of energy produced when a filament bulb lights up? ആൻസർ എന്താണ്? പ്രകാശോർജം, താപോർജം. ഇംഗ്ലീഷിൽ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി. അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ഫിലമെൻ്റ് ബൾബിൽ പാഴായി പോകുന്ന ഊർജ്ജരൂപം പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം എഴുതുക. Write a situation where the wasted forms of energy in a filament bulb is utilized. ഫിലമെൻ്റ് ബൾബിൽ പാഴായി പോകുന്ന താപോർജ്ജം തണുപ്പുള്ള സ്ഥലങ്ങളിൽ മുറി ചൂടാക്കാൻ ഉപയോഗിക്കുന്നു. ഫിലമെൻ്റ് ബൾബ്സ് which lose energy as heat can be used to heat rooms in colder environments. അടുത്ത ചോദ്യം, LED ബൾബുകൾ ഊർജം ലാഭിക്കുന്നു. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? വിശദീകരിക്കുക. LED bulb saves energy. Do you agree with this statement? Why? Explain. അതെ, യോജിക്കുന്നു. കാരണം LED ബൾബുകൾ ഫിലമെൻ്റ് ബൾബുകളെ അപേക്ഷിച്ച് കൂടുതൽ ഊർജം ഉപയോഗിച്ച് കൂടുതൽ പ്രകാശം നൽകുന്നു. അവ താപം കുറച്ച് ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഊർജം ലാഭിക്കാൻ LED ബൾബുകൾ സഹായിക്കുന്നു. LED bulbs produce more light using less energy compared to filament bulbs. They produce less heat and operate more efficiency. Therefore, LED bulbs helps to save energy. അടുത്ത ചോദ്യം, ഒരു പട്ടിക തന്നിട്ടുണ്ട്. പൂക്കളുടെ പ്രത്യേകത, പരാഗണകാരികൾ. അപ്പോൾ അതിൽ നിറം, മണം, തേൻ. ചെറിയ പൂക്കൾ കുലകളായി കാണുന്നു. പ്രാണികൾ, ജന്തുക്കൾ, നിശാശലഭങ്ങൾ. ഭാരം കുറഞ്ഞ ധാരാളം പരാഗരേണുക്കൾ. കാറ്റ്. പരാഗണ സ്ഥലം ഒട്ടിപ്പിടിക്കുന്നതും പരാഗരേണു നനയാത്തതുമാണ്. ജലം.
അങ്ങനെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ എന്താണ്? പട്ടിക പരിശോധിച്ചല്ലോ. പൂക്കളുടെ സവിശേഷതകളെയും പരാഗണകാരികളെയും ബന്ധപ്പെടുത്തി 3 കണ്ടെത്തലുകൾ എഴുതുക. You have examined the table. Write 3 findings relating flower characteristics to pollinators. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്കെങ്ങനെ എഴുതാം? നിറവും മണവും തേനുമുള്ള പൂക്കളിൽ പരാഗണം നടത്തുന്നത് പ്രാണികൾ, ജന്തുക്കൾ, നിശാശലഭങ്ങൾ എന്നിവയാണ്. രണ്ടാമത്തെ പോയിന്റ്, ചെറിയ പൂക്കൾ കുലകളായി കാണുന്നത് കാറ്റിലൂടെയുള്ള പരാഗണത്തിന് സഹായിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഭാരം കുറഞ്ഞ ധാരാളം പരാഗരേണുക്കളുള്ള പൂക്കളിൽ പരാഗണം നടത്തുന്നത് കാറ്റാണ്. 4, പരാഗണസ്ഥലം ഒട്ടിപ്പിടിക്കുന്നതും പരാഗരേണു നനയാത്തതുമായ പൂക്കളിൽ പരാഗണം നടത്തുന്നത് ജലമാണ്. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കളർ, സെൻറ്റ്, നെക്ടർ, ഇൻസെക്ട്സ്, ആനിമൽ, മോത്ത്സ്. അടുത്തത് small flowers appear in clusters, wind. Small flowers appear in clusters, wind. Light, numerous pollen grains, wind. Sticky, stigma and non-wettable pollen, water. അല്ലെങ്കിൽ ഇത് സെൻറ്റൻസ് ആയിട്ടും എഴുതാം ഇങ്ങനെ. ഫ്ലവേഴ്സ് വിത്ത് കളർ, സെൻറ്റ് ആൻഡ് നെക്ടർ ആർ പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ്, ആനിമൽസ് ആൻഡ് മോത്ത്സ്. Second one, small flowers appearing in clusters facilitate wind pollination. Third one, flowers with light, numerous pollen grains are pollinated by wind. Flowers with sticky stigma and non-wettable pollen are pollinated by water. അങ്ങനെ എഴുതാം. അതിലെ അടുത്ത ചോദ്യം, പരാഗണകാരികളെ ആകർഷിക്കാൻ വെള്ളില, ബോഗൻവില്ല എന്നിവയ്ക്കുള്ള സവിശേഷത എന്ത്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെള്ളില ഓർ വൈറ്റ് ലില്ലി ആൻഡ് ബോഗൻവില്ല ദാറ്റ് അട്രാക്ട് പോളിനേറ്റേഴ്സ്? അപ്പോൾ ഉത്തരം, വെള്ളിലയുടെ ഇലകൾ പൂക്കളായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിറമുള്ളവയാണ്. ഇത് പ്രാണികളെ ആകർഷിക്കാൻ സഹായിക്കുന്നു. അടുത്തത് ബോഗൻവില്ല. ബോഗൻവില്ലയുടെ പൂക്കൾക്ക് നിറമുള്ള ഉപപത്രങ്ങൾ ഉണ്ട്. ഇത് പരാഗണകാരികളെ ആകർഷിക്കാൻ സഹായിക്കുന്നു. The leaves of വെള്ളില are colored in a way that they are mistaken for flowers. This helps in attracting insects. Bougainvillea flowers have colorful bracts. These bracts help in attracting pollinators. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.